വയനാട്ടിലെ ജനങ്ങൾ വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടും സ്ഥലം എംപിയായ പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വിമർശനങ്ങൾക്കിടയിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയത്. 45-കാരിയായ രാധയെ കടുവ ക്രൂരമായി കൊന്നിട്ടും ഒരു അനുശോചനമല്ലാതെ മറ്റൊന്നും ഇറക്കിയില്ലെന്ന വിമർശനങ്ങൾ വ്യാപകമാകുന്നതിനിടയിലാണ് പ്രിയങ്കയുടെ വയനാട് സന്ദർശനം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ എതിരാളികൾ ഉന്നയിച്ച പ്രധാന ആക്ഷേപം അവർ മണ്ഡലത്തിൽ സ്ഥിരമായി ഉണ്ടാകില്ലെന്നതായിരുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ആകെ ഒരു തവണയാണ് പ്രിയങ്ക മണ്ഡല സന്ദർശനം നടത്തിയത്. ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം, ചൂരൽമല എന്നിവിടങ്ങളിലെ പുനരധിവാസ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിലൊന്നും സ്ഥലം എംപിയായ പ്രിയങ്കയുടെ ഇടപെടലൊന്നും ഉണ്ടായതായി കാണുന്നില്ല. വയനാട്ടിൽ വീടെടുത്ത് താമസിച്ച് ജനങ്ങളുമായി മലയാളത്തിൽ സംസാരിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് നൽകിയ ഉറപ്പ്. താനും സഹോദരിയുമടക്കം വയനാടിന് ഇനി 2 എംപിമാർ ഉണ്ടെന്ന് കരുതാം എന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നത്. രണ്ടുപേരെയും ഈ പ്രദേശങ്ങളിലെങ്ങും കാണാനില്ലെന്നാണ് ഇപ്പോൾ കോൺഗ്രസുകാർ പോലും അടക്കം പറയുന്നത്. അതായത് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഈ പോക്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് സാരം. ലോക്സഭാ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കഴിഞ്ഞ വർഷം നവംബർ 30-നും ഡിസംബർ 1-നുമാണ് വയനാട്ടിൽ സന്ദർശനം നടത്തിയത്. 2 ദിവസങ്ങളിലായി വോട്ടർമാരെ നന്ദി അറിയിക്കുന്ന യാത്രകളിലായിരുന്നു പങ്കെടുത്തത്. വയനാട്ടിൽ നിന്നുള്ള എംപിയായി ജയിച്ച രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലാണ് പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്യംഗത്തിനിറങ്ങിയ പ്രിയങ്കയ്ക്ക് മിന്നും വിജയമാണ് വയനാട്ടുകാർ സമ്മാനിച്ചത്. 4.10 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയായിരുന്നു വിജയം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷവും മറികടക്കുന്ന ജയം. 2024 ജൂണിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6,47,445 വോട്ടുകൾ നേടി 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഇതിനിടെ രാധയുടെ വീട്ടിലേക്കുള്ള യാത്രക്കിടെ വയനാട് കണിയാറത്ത് പ്രിയങ്ക ഗാന്ധിക്ക് നേരെ CPM പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അപ്പോഴും പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിനിരയായ രാധയുടെ വീട് സന്ദർശിച്ച് അരമണിക്കൂറോളം വീട്ടുകാർക്കൊപ്പം ചെലവഴിച്ച് അവരെ ആശ്വസിപ്പിച്ച ശേഷമാണ് പ്രിയങ്ക മടങ്ങിയത്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, T സിദ്ദീഖ് MLA തുടങ്ങിയവർ പ്രിയങ്കയെ അനുഗമിച്ചിരുന്നു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. പ്രിയങ്ക ഗാന്ധി കലക്ട്രേറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും പ്രിയങ്ക പങ്കെടുത്തിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര ജാഥയിൽ മേപ്പാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പ്രിയങ്ക പ്രസംഗിച്ചു. സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് തന്നെ പ്രിയങ്ക ഗാന്ധി ഡൽഹിക്ക് മടങ്ങും.